ആമോസ് അധ്യായം 3. ഇസ്രായേൽ മക്കളെ, നിങ്ങളെക്കുറിച്ചും ഞാൻ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച സർവ്വവംശത്തെക്കുറിച്ച് യഹോവ അരുളിച്ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പിൻ. ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെയും നിങ്ങളെ സന്ദർശിക്കും. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഇരയില്ലാതിരിക്കുമ്പോൾ സിംഹം കാട്ടിൽ അലറുമോ? ഒന്നിനെയും പിടിച്ചിട്ടല്ലാതെ ബാലസിംഹം ഗുഹയിൽ നിന്ന് പുറപ്പെടുവിക്കുമോ? കുടുക്കില്ലാതിരിക്കെ പക്ഷി നിലത്തെ കണിയിൽ അകപ്പെടുമോ? ഒന്നും പിടിപെടാതെ കണി നിലത്ത് നിന്ന് പൊങ്ങുമോ? നഗരത്തിൽ കാഹളം ഊതുമ്പോൾ ജനം പേടിക്കാതിരിക്കുമോ? യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ? യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താത്ത ഒരു കാര്യം ചെയ്യുകയില്ല. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? യഹോവയായ കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കും? ശമരിയ പർവ്വതങ്ങളിൽ വന്നുകൂടി അതിന്റെ നടുവിലുള്ള മഹാകലഹങ്ങളെയും അതിന്റെ മധ്യയുള്ള പീഠങ്ങളെയും നോക്കുവിൻ. അസ്തോദിലെ അരമനകളുടെയും മേലും മിസ്രയീം ദേശത്തിലെ അരമനകളുടെയും മേലും ഘോഷിച്ചു പറയുവിൻ. തങ്ങളുടെ അരമനകളിൽ അന്യായവും സാഹസവും സംഗ്രഹിച്ചു വെക്കുന്നവർ ന്യായം പ്രവർത്തിപ്പാൻ അറിയുന്നില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് യഹോവയായ കർത്താവ് പ്രകാരം അരുളിച്ചെയ്യുന്നു, ദേശത്തിന് ചുറ്റും ഒരു വൈരി ഉണ്ടാവും, അവൻ നിന്റെ ഉറപ്പ് നിങ്ങളിൽ നിന്ന് താഴ്ത്തിക്കളയും, നിന്റെ അരമനകൾ കൊള്ളയായിത്തീരും. യഹോവ പ്രകാരം അരുളിച്ചെയ്യുന്നു, ഒരു ഇടയൻ രണ്ട് കാലോ ഒരു കാതോ സിംഹത്തിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ ശമരിയയിൽ കിടക്കയുടെ കോണിലും പെട്ടുമെത്തവയിലും ഇരിക്കുന്ന ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെടും. നിങ്ങൾ കേട്ട് യാക്കോബ് ഗൃഹത്തോട് സാക്ഷീകരിപ്പിൻ എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ നിമിത്തം അവനെ സന്ദർശിക്കുന്ന നാളിൽ ബലിപീഠത്തിന്റെ കൊമ്പുകൾ മുറിഞ്ഞ് നിലത്ത് വീഴുവാൻ തക്കവണ്ണം ഞാൻ ബഥേലിലെ ബലിപീഠങ്ങളെയും സന്ദർശിക്കും. ഞാൻ ഹേമന്തഗൃഹവും ഗ്രീഷ്മഗൃഹവും ഒരുപോലെ തകർത്ത് കളയും. ദന്തഭവനങ്ങൾ നശിച്ചുപോകും, പല വീടുകളും ഒഴിഞ്ഞു പോകും എന്ന് യഹോവയുടെ അരുളപ്പാട്.